കാവ്യവീഥിയിലേക്ക് ഏവർക്കും സ്വാഗതം. ചെക്യാങ് പ്രവിശ്യയിലെ ഹൗസിംഗ് എന്ന പട്ടണത്തിൽ സാമാന്യം സാമ്പത്തിക നിലയുള്ള ഒരു കുടുംബത്തിൽ 1881 ജനിച്ച ചൗ ഷുജിൻ ആണ് പിൽക്കാലത്ത് ലൂഷുൺ എന്ന പേരിൽ ചൈനയുടെ സാംസ്കാരിക ലോകത്തെ ഏറ്റവും ശക്തനായ പടയാളിയായി മാറിയത്. 1840 കറുപ്പ് യുദ്ധത്തിന് ശേഷം സാമ്രാജ്യത്വം ചൈനയെ കൂടുതലായി വരിഞ്ഞു മുറുക്കിയ ഒരു കാലഘട്ടമായിരുന്നു അത്. സമൂഹം അർദ്ധ ഫ്യൂഡൽ അർദ്ധ കൊളോണിയൽ വ്യവസ്ഥിതിയുടെ കരാളതയിൽ വീർപ്പുമുട്ടുകയായിരുന്നു. ഇടത്തരക്കാരെയും ക്രമേണ ദാരിദ്ര്യം ആക്രമിക്കാൻ തുടങ്ങി. ലൂഷൂണിൻ്റെ കുടുംബവും ഈ തകർച്ചയുടെ കയ്പ് അനുഭവിച്ചു. രോഗശയ്യയിലായിരുന്ന പിതാവിന് മരുന്ന് വാങ്ങാനായി ലൂഷൂണിന് മിക്ക ദിവസവും ഹുണ്ടികക്കാരുടെ കടകളിലേക്ക് പോകേണ്ടി വന്നു. പിതാവിൻ്റെ മരണശേഷം നാട്ടിൻപുറത്ത് ഒരു ബന്ധുവിൻ്റെ കൂടെയാണ് അദ്ദേഹം താമസമാക്കിയത്. അങ്ങനെ കർഷകരുടെ ജീവിത ദുരിതങ്ങളെയും സാമൂഹ്യ അനീതികളെയും അടുത്തു കാണാനും അതിനെതിരായ ഒരു മാനസികാവസ്ഥ രൂപപ്പെടുത്താനും ലുഷുണിന് കഴിഞ്ഞു. ചൈനയിൽ പരിഷ്കരണവാദപരമായ ഉപരിവർഗാശയങ്ങൾ അക്കാലത്ത് പടർന്നു പിടിക്കാൻ തുടങ്ങിയിരുന്നു. സത്യത്തോടുള്ള ആഭിമുഖ്യം മൂലം ലൂഷുൺ ഓഫീസുകളിലും ബിസിനസ് കേന്ദ്രങ്ങളിലും സ്വയം കെട്ടിയിടാൻ മടിച്ചു. പണമില്ലാത്തതിനാൽ ജനങ്ങളുടെ പരിഹാസം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു വിദേശി സ്കൂളിൽ അദ്ദേഹം ചേർന്നു. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിൽ ആകൃഷ്ടനായ ആ വിദ്യാർത്ഥി ലോകം വളരുക തന്നെയാണെന്നും വരും തലമുറകൾ ഇപ്പോഴത്തെ തലമുറയേക്കാൾ ബുദ്ധിയും കഴിവുമുള്ളവരായിരിക്കുമെന്നും വിശ്വസിച്ചു. ഇത് അദ്ദേഹത്തിൽ ശുഭപ്രതീക്ഷ വളർത്തി. സമരത്തിൻ്റെ അർത്ഥത്തിലും വിജയസാധ്യതയിലും അദ്ദേഹം കൂടുതലായി വിശ്വാസമർപ്പിച്ചു. അക്കാലത്താണ് ലൂഷുൺ 2 മുദ്രകൾ കൊത്തിയുണ്ടാക്കുന്നത്. അക്ഷരങ്ങൾ എന്നെ തെറ്റായി നയിച്ചു എന്നാണ് ആദ്യ മുദ്രയിൽ രേഖപ്പെടുത്തിയിരുന്നത്. പഴയ നാടുവാഴിത്ത ഗ്രന്ഥങ്ങളും നാടുവാഴിത്ത രചനാശൈലിയും തൻ്റെ യൗവനം നശിപ്പിച്ചു എന്നായിരുന്നു ഇതിന് അർത്ഥം. മറ്റൊന്നിൽ മനുഷ്യൻ വാൾ ഉറ ഊരിയെടുക്കുന്നു എന്നാണ് എഴുതിയിരുന്നത്. താൻ ചൂഷണ വ്യവസ്ഥിതിക്കെതിരായ യുദ്ധത്തിൽ ചേരുന്നു എന്നായിരുന്നു ഇതിൻ്റെ അർത്ഥം. ശരത്കാലം 1935. ഭൂമി ശരത്കാലത്തിൻ പിടിയിൽ ഞാനോ ചകിതനധീരൻ, നിറപ്പതെങ്ങനെ പേനത്തുമ്പിതിലൂഷ്മളമായ വസന്തം. ഭൂമി ശരത്കാലത്തിൻ പിടിയിൽ ഞാനോ ചകിതനധീരൻ, നിറപ്പതെങ്ങനെ പേനത്തുമ്പിതിൽ ഊഷ്മളമായ വസന്തം. പൊടിയുടെ ഈ വൻകടലിൽ മുങ്ങിപ്പോയി വികാരശതങ്ങൾ, ഉലയും കാറ്റിതിലോടിപ്പോയി പടയാളികളൊട്ടേറെ. തിരികെ പോയി ഞാൻ വാർദ്ധക്യത്തിൽ കായൽക്കരകൾ തേടി, അവിടെ മുളന്തണ്ടില്ല ഒരെണ്ണം വെറുതെ കുത്തിയിരിക്കാൻ. വീഴുന്നെൻ്റെ കിനാവുകളെല്ലാം നീരില്ലാ മുകിലുകളിൽ, പെട്ടെന്നൊരു കുളിരെത്തി പല്ലും മുടിയും മരവിപ്പിക്കാൻ. വിജനതയിൽ ഞാൻ കാക്കകൾ കരയാൻ വെറുതെ കാതോർക്കുന്നു.
വിജനതയിൽ ഞാൻ കാക്കകൾ കരയാൻ വെറുതെ കാതോർക്കുന്നു. വെറുതെ മൗനം മാത്രം രാവിലെയുണർന്നെണീക്കുന്നു ഞാൻ. ഒന്നൊന്നായിട്ടണയും താരാഗണങ്ങൾ കാണാൻ മാത്രം. ഒന്നൊന്നായിട്ടണയും താരാഗണങ്ങൾ കാണാൻ മാത്രം. സ്കൂൾ പഠനം കഴിഞ്ഞ് ലുഷുൺ ജപ്പാനിൽ പോയി വൈദ്യശാസ്ത്രം അഭ്യസിച്ചു. അതിലൂടെ തൻ്റെ ജനതയെ സേവിക്കാമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. പഠനത്തിൽ മിടുക്കനായിരുന്നു ലുഷുൺ. ഇത് ജപ്പാനീസ് വിദ്യാർത്ഥികളെ അസൂയാലുക്കളാക്കി. ചൈനയിൽ നിന്ന് വരുന്ന ഒരുവൻ തങ്ങളെക്കാൾ ബുദ്ധിമാനും സമർത്ഥനുമായി അഹങ്കരിക്കേണ്ട എന്ന ചിന്താഗതിയാണ് ജപ്പാനീസ് വിദ്യാർത്ഥികളെ ലുഷുണിന് എതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. അവരുടെ ശകാരങ്ങളും പരിഹാസവചനങ്ങളുമെല്ലാം ലുഷുണിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. പ്രത്യയശാസ്ത്രപരമായ ബോധമില്ലെങ്കിൽ ഒരു ജനതയ്ക്ക് എത്ര ശാരീരികമായ ആരോഗ്യമുണ്ടായിട്ടും വലിയ പ്രയോജനമില്ലെന്ന് ലുഷുൺ തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അത്. സാറിസ്റ്റ് ഭരണകൂടം ഒരു ചൈനക്കാരൻ്റെ കഴുത്തറുക്കുമ്പോൾ ചൈനീസ് ജനത നിർവികാരമായി നോക്കി നിൽക്കുന്ന ഒരു സിനിമാ ദൃശ്യം ലുഷുണിനെ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ജനങ്ങളുടെ കാഴ്ചപ്പാടും ചിന്താരീതിയും മാറുകയാണ് പരമപ്രധാനം എന്ന് വിശ്വസിച്ചു തുടങ്ങിയ ലുഷുൺ അതിലേക്ക് ജനതയെ നയിക്കാൻ ഏറ്റവും ശക്തമായ മാധ്യമമെന്ന നിലയിലാണ് സാഹിത്യത്തിലേക്ക് തിരിയുന്നത്. പ്രത്യേകിച്ച് തീക്ഷ്ണമായ വിപ്ലവ കവിതകളിലേക്ക്. നവജീവൻ എന്ന പേരിൽ ലുഷുൺ ഒരു മാസിക ആരംഭിച്ചു. ഇതിൽ വിദേശ സാഹിത്യ ലോകത്ത് പോരാട്ടങ്ങളുടേതായി പ്രചരിച്ചു വന്നിരുന്ന പ്രധാന എഴുത്തുകാരുടെ കൃതികളെല്ലാം വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചു. ചെറിയ രാജ്യങ്ങളിലെ കലാപകാരികളായ കവികളെക്കുറിച്ചും രാഷ്ട്രീയം, കല എന്നിവയെ സംബന്ധിച്ചുമെല്ലാം ധാരാളം ലേഖനങ്ങളും അക്കാലത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇവയെല്ലാം ജനങ്ങളുടെ കലാപബോധമുണർത്തുന്നതിൽ വലിയ പങ്കാണ് ചൈനയിൽ വഹിച്ചിട്ടുള്ളത്. 1909 ലുഷുൺ ജപ്പാനിൽ നിന്ന് മടങ്ങുന്നത്. ചിങ് രാജവംശത്തിൻ്റെ ഫ്യൂഡൽ ഭരണത്തിനെതിരായ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ട കാലഘട്ടം. ലുഷുൺ അക്കാലത്ത് ഒരു അധ്യാപകനായിരുന്നു. വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് അദ്ദേഹം തെരുവിലിറക്കി ഭരണകൂടത്തിനെതിരെ ശക്തമായ പ്രതിഷേധത്തിൻ്റെ സമരവഴിയിൽ മുൻനിരയിൽ നടന്നു. 1911 വിപ്ലവം സ്ഥാപിച്ച റിപ്പബ്ലിക്ക് വലിയ സാമൂഹിക ചലനം സൃഷ്ടിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷകളുടെ നിറം മെല്ലെ മെല്ലെ കെട്ടുതുടങ്ങി. അദ്ദേഹം സ്വപ്നം കണ്ട ഒരു രീതികളിലേക്കൊന്നും നാട് നീങ്ങുന്നില്ല എന്ന് ലുഷുണിന് ബോധ്യപ്പെടുകയായിരുന്നു. ചൈനീസ് വിപ്ലവത്തെ ഏത് രീതിയിൽ മുന്നോട്ട് നയിക്കാനാകുമെന്നത് സംബന്ധിച്ച് അക്കാലത്ത് അദ്ദേഹത്തിന് വ്യക്തതയുണ്ടായിരുന്നില്ല. ഒരു വശത്ത് വിപ്ലവത്തെക്കുറിച്ചുള്ള ആകാംക്ഷ, മറുവശത്ത് പ്രായോഗികമായി അത് പരാജയപ്പെടുന്നതിലെ നിരാശ. ഈ രണ്ട് സംഘർഷങ്ങളും അല്പകാലം ലുഷുണിനെ
നിശബ്ദനാക്കി. എന്നാൽ ഈ നിഷ്ക്രിയത ഏറെ നീണ്ടു നിന്നില്ല. 1919 ഒക്ടോബർ വിപ്ലവത്തിൻ്റെ ഒരു തീപ്പൊരി ചൈനയിലും വീണു. ഫ്യൂഡൽ വിരുദ്ധവും സാമ്രാജ്യത്വ വിരുദ്ധവുമായ മെയ് 4 പ്രസ്ഥാനം പൊട്ടിപ്പുറപ്പെട്ടു. ചൈന തൊഴിലാളി വർഗ നേതൃത്വത്തിലുള്ള പുത്തൻ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ഘട്ടത്തിൽ പ്രവേശിച്ചു. മാർക്സിയൻ പ്രത്യയശാസ്ത്രത്തിൽ ഊന്നിക്കൊണ്ടും യോജിക്കാവുന്ന എല്ലാ സുഹൃത്തുക്കളോടും യോജിച്ചുകൊണ്ടും സാമ്രാജ്യത്വ നാടുവാഴിത്ത സംസ്കാരത്തെ ശക്തമായി ചെറുക്കുന്ന ഒരു വിശാലമായ സാംസ്കാരിക മുന്നണി രൂപം കൊണ്ടു. പടരുന്നു മുൾച്ചെടികൾ ഉൾനാട്ടിലടരിൻ്റെ മുകിലുകൾ വിശാലമാം വാനത്തെ മൂടുന്നു. ചിലർ മാത്രമറിയുന്നു മലർകാല നറുമണം. സകല ശബ്ദങ്ങളും മൗനത്തിലാഴുന്നു. പടരുന്നു മുൾച്ചെടികൾ ഉൾനാട്ടിലടരിൻ്റെ മുകിലുകൾ വിശാലമാം വാനത്തെ മൂടുന്നു. ചിലർ മാത്രമറിയുന്നു മലർകാല നറുമണം. സകല ശബ്ദങ്ങളും മൗനത്തിലാഴുന്നു. കുടിയനാം ദൈവമെന്നാടു കൈമാറി ഈ ചതിയർക്ക് വറ്റുന്നിതാഘോഷയാത്ര തൻ നടുവിൽ വെച്ചാവേശമാർക്കുന്ന പാട്ടുകൾ. അലറുന്ന തിരകളും കാറ്റും ഞെരിക്കുന്നു വിടരുന്ന മലരുകളെ മരനിരയൊക്കെയും. കുടിയനാം ദൈവമെന്നാടു കൈമാറി ഈ ചതിയർക്ക് വറ്റുന്നിതാഘോഷയാത്ര തൻ നടുവിൽ വെച്ചാവേശമാർക്കുന്ന പാട്ടുകൾ. അലറുന്ന തിരകളും കാറ്റും ഞെരിക്കുന്നു വിടരുന്ന മലരുകളെ മരനിരയൊക്കെയും. അലറുന്ന തിരകളും കാറ്റും ഞെരിക്കുന്നു വിടരുന്ന മലരുകളെ മരനിരയൊക്കെയും. തൻ്റെ ചോദ്യങ്ങൾക്ക് യഥാർത്ഥമായ ഉത്തരം കിട്ടിയതോടെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾക്കൊപ്പം അടിയുറച്ച് നിൽക്കാൻ അദ്ദേഹം തീരുമാനമെടുത്തു. ഫ്യൂഡൽ ഭരണകൂടത്തിൻ്റെ മാനുഷിക പരിവേഷമുള്ള മുഖം മൂടി വലിച്ചു കീറി അതിൻ്റെ ഭ്രാന്തമായ അവസ്ഥകളെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ലുഷുണിൻ്റെ ആദ്യ കഥയായ ഭ്രാന്തൻ ഡയറിക്ക് തന്നെ കഴിഞ്ഞു. ചൈനയുടെ സാംസ്കാരിക വിപ്ലവത്തിൽ വസന്തത്തിൻ്റെ ആദ്യ ഇടിമുഴക്കമായിരുന്നു അത്. വിപ്ലവ പ്രസ്ഥാനം വികസിച്ചതോടെ മെയ് 4 ഘട്ടത്തിലെ സാംസ്കാരിക ഐക്യമുന്നണിയിൽ ധ്രുവീകരണം ആരംഭിച്ചു. ബൂർഷ്വ വലതുപക്ഷം മാർക്സിസത്തിൽ നിന്ന് അകന്നുപോയി സാമ്രാജ്യത്വ നാടുവാഴിത്ത ശക്തികളോട് കൂടുതൽ അടുത്തു തുടങ്ങി. പുതിയ വൈരുദ്ധ്യങ്ങൾ ലുഷുണിനെ പരിഭ്രാന്തനാക്കി. എന്നാൽ ഈ വൈരുദ്ധ്യങ്ങളെ അവഗണിക്കുകയല്ല, സമരത്തിലൂടെ മുന്നേറുകയാണ് ശരി എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവിർഭാവം അദ്ദേഹത്തെ രണോത്സുകനാകാൻ സഹായിച്ചു. ചീത്തയാളുകളോട് ഹൃദയവിശാലത കാണിക്കുന്നത് തെറ്റാണെന്നായിരുന്നു ലുഷുണിൻ്റെ വാദം. സ്വന്തം ആന്തരിക വൈരുദ്ധ്യങ്ങൾ മറച്ചുപിടിക്കാനാണ് ലുഷുൺ കൂടുതലായി മാർക്സിസത്തിലേക്ക് തിരിയുന്നത്. ആത്മസമരത്തിൻ്റേതായ ആ ഘട്ടത്തിൽ 1927 ഒക്ടോബറിൽ ലുഷുൺ ഷാങ്ഹായിലെത്തി. 1928 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അദ്ദേഹം പഠിക്കുന്നത്. മനുഷ്യചരിത്രം വർഗസമരത്തിൻ്റെ കഥയാണെന്ന് മനസ്സിലാക്കിയ ലുഷുൺ തൊഴിലാളി വർഗ സർവാധിപത്യത്തിലൂടെ മാത്രമേ വർഗരഹിത സമുദായം സൃഷ്ടിക്കാൻ കഴിയൂ എന്ന
സത്യത്തിൽ എത്തിച്ചേർന്നു. വിപ്ലവ ജനാധിപത്യവാദിയായിരുന്ന ലുഷുൺ ഇതോടെ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായി മാറി. 30കളുടെ തുടക്കത്തിൽ കുമിന്താങ് പ്രതിവിപ്ലവകാരികൾ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളുടെ ഗ്രാമീണ താവളങ്ങൾ വളഞ്ഞുപിടിക്കാനും പ്രസ്ഥാനത്തെ അടിച്ചമർത്താനും തുടങ്ങി. ഒപ്പം തന്നെ വിപ്ലവ സംസ്കാരത്തിൻ്റെ വ്യാപനവും അവർ തടയാൻ ആരംഭിച്ചു. വെളുപ്പു ഭീകരത നാട് മുഴുവൻ അഴിഞ്ഞാടി. ഒട്ടനവധി വിപ്ലവകാരികൾ കൊല്ലപ്പെട്ടു. ജനങ്ങൾക്ക് സംസാരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലായിരുന്നു. പ്രതിവിപ്ലവ പണ്ഡിതന്മാർ ലുഷുണിനെ നിരന്തരം ആക്രമിച്ചു. രഹസ്യ പോലീസുകാർ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ആശ കൈവിടാൻ ലുഷുൺ തയ്യാറായിരുന്നില്ല. പോരാട്ടത്തിൻ്റെ വഴികളിൽ അദ്ദേഹം സജീവമായി നിലകൊണ്ടു. 1931 ഇരുണ്ട ചൈനയിലെ ഇന്നത്തെ കല എന്ന പുസ്തകത്തിൽ വിപ്ലവേതര ശബ്ദങ്ങളെ, വിപ്ലവത്തിനെതിരായ നിലപാടുകളെ തുറന്നു കാണിക്കാൻ അദ്ദേഹം ധൈര്യം പ്രകടിപ്പിച്ചു. മാത്രമല്ല പല പല തൂലികാ നാമങ്ങളിൽ അദ്ദേഹം അക്കാലത്ത് കവിതകൾ എഴുതി. ഇതിലേറെ കവിതകളും വിദേശ രാജ്യങ്ങളിലാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. 1933 കുമിന്താങ് ചാരന്മാർ രാജ്യസ്നേഹിയായ യാങ് ചാനിനെ കൊലപ്പെടുത്തി. രോഷാകുലനായ ലുഷുൺ സ്വന്തം സുരക്ഷിതത്വം തന്നെ അവഗണിച്ച് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതും ചരിത്രമാണ്. ഛായാപടത്തിലെ വരികൾ: ആവില്ല ദൈവങ്ങൾ തന്നമ്പുകൾ തടുക്കുവാൻ ഈ വിശുദ്ധമാം ഗോപുരത്തിന്, കാറ്റും കോളും ഹാ കരിങ്കല്ലെന്ന പോൽ കറുപ്പിക്കുകയാണൻ നാടിനെ. ആവില്ല ദൈവങ്ങൾ തന്നമ്പുകൾ തടുക്കുവാൻ ഈ വിശുദ്ധമാം ഗോപുരത്തിന്, കാറ്റും കോളും ഹാ കരിങ്കല്ലെന്ന പോൽ കറുപ്പിക്കുകയാണൻ നാടിനെ. ഞാനെന്നുള്ളം തുറന്നു കാണിക്കുമ്പോൾ താരകൾ തണുത്തവ കണ്ണടയ്ക്കുന്നു. ഞാനെന്നുള്ളം തുറന്നു കാണിക്കുമ്പോൾ താരകൾ തണുത്തവ കണ്ണടയ്ക്കുന്നു. ജീവിതം ഹസ്വാൻ യാനിനായി അർപ്പിക്കുന്നു. വ്യക്തിപരമായ താൽപ്പര്യങ്ങളെക്കാൾ വിപ്ലവത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കാണ് ലുഷുൺ വലിയ വില കൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ബൂർഷ്വാ, പെറ്റി ബൂർഷ്വാ വിഭാഗങ്ങളെ വിമർശിക്കുമ്പോൾ തന്നെ അവരെ പിണക്കാതെ ഒപ്പം നിർത്താൻ ലുഷുണിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും. ഒരു യഥാർത്ഥ വിപ്ലവകാരിയുടെ ഹൃദയവിശാലത ലുഷുൺ ഒരിക്കലും കൈവിട്ടിട്ടില്ല. 1935 ജപ്പാൻ വടക്കുകിഴക്ക് നിന്ന് വടക്കൻ ചീനയിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചു. കുമിന്താങ് ഭരണകൂടത്തിൻ്റെ വിട്ടുവീഴ്ച നയങ്ങൾ രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം മൂർച്ഛിപ്പിക്കുകയാണ് ചെയ്തത്. ചൈനയ്ക്കകത്തെ വർഗബന്ധങ്ങളിലും ഇത് മാറ്റമുണ്ടാക്കി. അക്രമകാരികൾക്കെതിരായി വിശാലമായ ദേശീയ മുന്നണി കെട്ടിപ്പടുക്കാൻ മാവോ ആഹ്വാനം ചെയ്യുന്നത് ഈ വേളയിലാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് രണ്ടു തരം സമരം ഈ ഘട്ടത്തിൽ രൂക്ഷമായി തീർന്നു. ഷാങ്ഹായ് സാംസ്കാരിക വൃത്തങ്ങളിൽ ചൗയാങ്, സിയാൻ, ടിയൻഹാൻ, യാങ് ഷെങ് എന്നിവർ നേതൃത്വത്തിലേക്ക് നുഴഞ്ഞുകയറിയിരുന്നു. അവർ മാവോയുടെ വിപ്ലവ ശൈലിയെ എതിർത്ത് കുമിന്താങ് സാംസ്കാരിക പീഡന നയത്തെ പിന്തുണച്ചു. വിപ്ലവത്തിൻ്റെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്കിഷ്ടപ്പെടാത്തവരെയെല്ലാം അവർ ശത്രു ഏജന്റുമാർ എന്ന് മുദ്രകുത്തി. ലുഷുൺ ഈ കപട നേതാക്കളെ
നിരാകരിച്ച് മാവോയ്ക്കൊപ്പം ഉറച്ചുനിന്നു. 1936 വർഗവൈരുദ്ധ്യത്തിൻ്റെയും വർഗസമരത്തിൻ്റെയും മൂടിവെപ്പിനായി ദേശരക്ഷാ സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ചൗയാങ്ങിൻ്റെ ഗ്രൂപ്പ് നിർദ്ദേശിച്ചു. ലുഷുൺ ഈ അപകടത്തെ തുറന്നുകാട്ടിയാണ് മുന്നോട്ട് വന്നത്. ദേശീയ ഐക്യമുന്നണിയിൽ തൊഴിലാളി വർഗത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പ്രാതിനിധ്യമുണ്ടാകണമെന്ന് ലുഷുൺ ഉറച്ചു വാദിച്ചു. 1935 ഒക്ടോബറിൽ ചുവപ്പുസേന 12,000 കിലോമീറ്ററുകൾ താണ്ടി നീണ്ട നടത്തം പൂർത്തിയാക്കി ഷെൻസിയിൽ പ്രവേശിച്ചപ്പോൾ ലുഷുൺ ആഹ്ലാദഭരിതനായി. ചീനയുടെയും മനുഷ്യരാശിയുടെയും പ്രതീക്ഷ നിങ്ങളിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കമ്മ്യൂണിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് കമ്പിയടിച്ച് അദ്ദേഹം ഈ യാത്രയെ ആഘോഷിച്ചു. ചൈനീസ് ജനതയ്ക്ക് വേണ്ടി ആത്മരക്തം ചിന്തുന്നവർക്കൊപ്പം അദ്ദേഹം ഉറച്ചു നിന്നു. എന്നാൽ സമരവും പീഡനങ്ങളുമെല്ലാം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നു. രോഗം മൂർച്ഛിച്ചിട്ടും അദ്ദേഹം പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. ശിരസ്സുയർത്തിപ്പിടിച്ച് ഞാൻ ആരോപണത്തിൽ നീളുന്ന 1000 ചൂണ്ടുവിരലുകളെ നിഷേധിക്കുന്നു, തലകുനിച്ച് കാളയെപ്പോലെ ഞാൻ കുഞ്ഞുങ്ങളെ സേവിക്കുന്നു എന്ന് അദ്ദേഹം എഴുതി. അലസമായ ദീർഘജീവിതത്തേക്കാൾ കർമ്മനിരതമായ ലഘുജീവിതമാണ് അഭികാമ്യമെന്ന് വിശ്വസിച്ച കവിയായിരുന്നു ലുഷുൺ. മാഞ്ഞുപോയ ഒരോർമ്മയ്ക്ക് ശീലമായി മാറി എനിക്ക് അനന്തമാം രാവിൽ വസന്തം കഴിച്ചുകൂട്ടുന്നതും നാടുകടത്തിയ മട്ടിലൻ കുട്ടിയും ഭാര്യയും ഈ നരകേറിയ നെറ്റിയും കാണുന്നു സ്വപ്നത്തിൽ അവ്യക്തമായ അമ്മ തൂവുന്ന കണ്ണുനീർ പോർനിലത്തിൽ നാടുവാഴികൾ നിത്യമുയർത്തും കൊടികളും വേദനയോടെ ഞാൻ കാണുന്നു മാറുന്നു തോഴരൊന്നൊന്നായി പുതിയ പ്രേതങ്ങളായി. തോക്കിൻ കഠാരി മുനകൾ തൻ പാഴ്ചെടിക്കാട്ടിൽ നാടൻ പാട്ടുകൾ തിരയുന്നു ഞാൻ. പിന്നെ മിഴികൾ ഞാൻ താഴ്ത്തുന്നു, ഇല്ലെനിക്കിങ്ങെഴുതാൻ ഒരിടം ഉള്ളതീ നറും ചന്ദ്രിക എൻ്റെ കറുത്ത മേലങ്കിയും. ഇല്ലെനിക്കിങ്ങെഴുതാൻ ഒരിടം ഉള്ളതീ നറും ചന്ദ്രിക എൻ്റെ കറുത്ത മേലങ്കിയും. 1939 മരിക്കുന്നതുവരെ വിപ്ലവത്തിനു വേണ്ടി എഴുതിക്കൊണ്ടിരുന്ന കവിയാണ് ലുഷുൺ. വിപ്ലവ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഗാംഭീര്യം തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം. വർഗശത്രുക്കൾ മരണാനന്തരം ലുഷുണിനെ ഒരു ലിബറലായും ബൂർഷ്വാ ഹ്യൂമനിസ്റ്റായും ചിത്രീകരിച്ചു. എന്നാൽ സാംസ്കാരിക വിപ്ലവഘട്ടത്തിൽ അദ്ദേഹത്തിന് വിപ്ലവകാരി എന്ന യഥാർത്ഥ സ്ഥാനം തിരിച്ചു നൽകപ്പെട്ടു. ചൈനീസ് സാംസ്കാരിക വിപ്ലവത്തിൻ്റെ മുഖ്യ സേനാനായകനായിരുന്നു ലുഷുൺ എന്ന് പുത്തൻ ജനാധിപത്യത്തെപ്പറ്റി എന്ന ലേഖനത്തിൽ മാവോ അനുസ്മരിക്കുന്നുണ്ട്. ചൈനീസ് ചരിത്രത്തിലെ അതുല്യ നായകനായാണ് മാവോ ലുഷുണിനെ വിശേഷിപ്പിക്കുന്നത്. പ്രതീക്ഷകൾ ഉയർത്തിപ്പിടിക്കെ തന്നെ നൈരാശ്യങ്ങൾ മറച്ചു വച്ചിരുന്നില്ല ലുഷുൺ എന്ന് ആ കവിതകൾ പ്രഖ്യാപിക്കുന്നു. കുരുമുളകും കറുകപ്പുല്ലും കരിഞ്ഞിരിക്കുന്നു, കുരുമുളകും കറുകപ്പുല്ലും കരിഞ്ഞിരിക്കുന്നു,
ചന്തം മറഞ്ഞു പോകുന്നു. കുരുമുളകും കറുകപ്പുല്ലും കരിഞ്ഞിരിക്കുന്നു, ചന്തം മറഞ്ഞു പോകുന്നു. കുന്നിനിടയിൽ ഒരോർക്കിഡ് മറഞ്ഞിരിക്കുന്നു, തൻ വിശുദ്ധ ഹൃദയം തുറന്നു കാട്ടുന്നു. കുന്നിനിടയിൽ ഒരോർക്കിഡ് മറഞ്ഞിരിക്കുന്നു, തൻ വിശുദ്ധ ഹൃദയം തുറന്നു കാട്ടുന്നു. സുരഭിലം ഈ മലരുകൾ തിരികെ കൊണ്ടേ പോകുമ്പോൾ പരിഭവമരുതി ചങ്ങാതിയോടിപ്പോൾ. കുടിയന്മാരുടെയായി ഈ നാട് ഇവിടം മുഴുവൻ വളരുന്നത് കാരകളും മുൾച്ചെടികളും മാത്രം. കുടിയന്മാരുടെയായി ഈ നാട് ഇവിടെ വളരുന്നത് കാരകളും മുൾച്ചെടികളും മാത്രം. കാവ്യവീഥി പൂർണ്ണമാകുന്നു. നമസ്കാരം.